Hi friends, welcome to Rayyans kitchen. ഇന്ന് ഇവിടെ ബീഫിൻ്റെ ഒരു അടിപൊളി റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ബീഫ് ഉലത്തിയത്. റെസിപ്പി പറയുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി പറയാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. നമ്മൾ ആദ്യം ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുക്കറാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. കുക്കറിൽ കഴുകി വൃത്തിയാക്കി ബീഫ് ഇടുക. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നല്ലോണം കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് സിമ്മിൽ വെള്ളമൊന്നും ഒഴിക്കാതെ സിമ്മിൽ അടുപ്പത്തൊന്ന് വെക്കണം. അപ്പോൾ ഈ ബീഫിലുള്ള വെള്ളമൊക്കെ ഈ സിമ്മിൽ വെക്കുമ്പോൾ വരും. കണ്ടോ, ഇപ്പോൾ സിമ്മിൽ വിട്ടപ്പോൾ ബീഫിലുള്ള വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഇതൊന്ന് വയ്ക്കുക ഇതേപോലെ. അപ്പോൾ നല്ലോണം വെള്ളം വരും. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഉലത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് പെരിഞ്ജീരകം ഇടുക. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അതൊന്നായി വന്നാൽ ഞാനിവിടെ ഒരു 3 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ സവാള ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ ബീഫ് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കുക. ബീഫ് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ആ ടൈമിൽ നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മളൊരു 6 അല്ലെങ്കിൽ 5 പച്ചമുളക് നടുകീറി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളി, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുമ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം. തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിന് ഈ ടൈമിൽ നമ്മൾ ആക്കി കൊടുക്കുക. ഇനി നമ്മൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി, ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത് കുരുമുളക് പൊടി. അതെന്താണെന്ന് വെച്ചാൽ പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കാം. ഇത്രയേ ഉള്ളൂ. അതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മളെ ബീഫ് ഉലത്തിൻ്റെ റെസിപ്പി. ഇത് നമുക്കിനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.